ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഹോണറബിൾ റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് ഓഫ് സുപ്രീം കോടതി, മുല്ലപ്പെരിയാർ മോണിറ്ററിംഗ് സെല്ലിലെ കേരള പ്രതിനിധിയും സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് ചെയർമാനും രാജീവ് ഗാന്ധി കൊലക്കേസിന്റെ വിധി പ്രസ്താവിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് അംഗവും കേരള നീതിന്യായ ചരിത്രത്തിന്റെ ഭരണഘടനാ രംഗത്തും ക്രിമിനൽ നിയമരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉജ്ജ്വലനായ ന്യായാധിപനായ പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസിനെ അവാർഡ് ദാനത്തിനായി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനി, അഭിവന്ദ്യനായ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അഭിവന്ദ്യരായ മറ്റ് തിരുമേനിമാരെ, ജനങ്ങളുടെ പ്രതിനിധിയായ വിഷ്ണുനാഥ് MLA, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രൗഢമായ സദസ്സിലെ മഹതികളെ, മഹാന്മാരെ, ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുത്തങ്കാവിലെ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ഞാനവിടെ വന്നപ്പോൾ അടുത്തുള്ള ഒരു ഹാളിലെ ഒരു യോഗത്തിൽ സംബന്ധിക്കാനാണ് വന്നത്. എനിക്ക് ഈ ദേവാലയം കാണണമെന്ന് ആ യോഗത്തിൻ്റെ സംഘാടകരോട് പറഞ്ഞു. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ള, വളരെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ദേവാലയമായതുകൊണ്ട് എനിക്കത് കാണണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞു. അവർ എന്നെ അകത്ത് കയറ്റി ഞാൻ ദേവാലയത്തിൽ കണ്ടപ്പോൾ പ്രധാനമായി ഞാൻ ദർശിച്ച 2 ഛായാചിത്രങ്ങൾ, ഒന്ന് 6-ാം മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ, 2 പുത്തൻകാവിൽ കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠനായ പിലക്സീനോസ് തിരുമേനിയുടെയും ചിത്രങ്ങളായിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവായോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, കൊച്ചു തിരുമേനിയെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹത്തിന് അന്ന് 4.5 വയസ്സായിരുന്നു കൊച്ചു തിരുമേനി കാലം ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് കൊച്ചു തിരുമേനിയെ കാണാനിട വന്നത്. പക്ഷേ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ പശ്ചാത്തലം എൻ്റെ പിതാവും സഹോദരന്മാരും കൂടെ നടത്തിയിരുന്ന ഒരു വ്യാപാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യക്കാരനുണ്ടായിരുന്നു. കോട്ടയം കുരിശുപള്ളി ഭക്തനായിരുന്ന കുര്യൻ ചേട്ടൻ. ഞങ്ങളന്ന് താമസിച്ചിരുന്നത് കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിനോട് ചേർന്നുള്ള എൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ കുര്യൻ ചേട്ടനുമായിട്ട് പലപ്പോഴും സംഭാഷണം നടത്തുമ്പോഴെല്ലാം കുര്യൻ ചേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആരാധന പറയാറുള്ളത് ഈ പുത്തങ്കാവിലെ കൊച്ചു തിരുമേനിയെ പറ്റിയായിരുന്നു. അങ്ങനെ കാണാതിരുന്ന ഞാൻ കൊച്ചു തിരുമേനിയുടെ ഒരു ആരാധകനായി മാറുകയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൊടുന്നനവേ ആഘാതം പോലെ കിട്ടിയ വാർത്തയാണ് കുന്നംകുളത്ത് വെച്ച് കൊച്ചു തിരുമേനി കാലം ചെയ്തുവെന്ന്. ഈ വിവരം ഞങ്ങളോട് പറയുമ്പോൾ കുര്യൻ ചേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. കൊച്ചു തിരുമേനി നടത്തുന്ന ഭക്തി നിർഭരമായ കുർബാനയുടെ ശ്രുതിമധുരമായ സംഗീതാവിഷ്കരണത്തെ പറ്റിയൊക്കെ കുര്യൻ ചേട്ടൻ വർണ്ണിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് കൊച്ചു തിരുമേനിയുടെ ഭൗതിക ശരീരം പുത്തങ്കാവിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനൊന്ന് സാക്ഷി നിൽക്കണമെന്നുള്ളൊരാഗ്രഹം വന്നു. കുര്യൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി
കോട്ടയത്തെ MD സെമിനാരിയുടെ അവിടെ വന്നപ്പോൾ കറുത്ത തുണികൾ കൊണ്ട് അലങ്കരിച്ച രഥത്തിൽ കൊച്ചു തിരുമേനിയുടെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത് എനിക്ക് കാണാനിടയായി. അദ്ദേഹം എന്താണ് അത്രയും നേരത്തെ തന്നെ അല്ലെങ്കിൽ അകാല ചരമത്തിനിടയായത് എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ ആരാധനയോടുകൂടെയും ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും മാത്രം പറയാൻ ഇടം നൽകിയ ഈ തിരുമേനി അത്രയും ചെറുപ്പത്തിലെ തന്നെ എന്തുകൊണ്ട് അകാല ചരമത്തിന് കാലം ചെയ്യപ്പെട്ടു പോയി എന്നോർത്തപ്പോൾ അതിനൊരു വിശദീകരണം മാത്രമേ പറയാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരു കവി ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു, ഒരു പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് തോട്ടത്തിൽ വേല ചെയ്യുന്നയാൾ രാവിലെ വന്നപ്പോൾ വിടർന്നു തുടങ്ങിയിരുന്ന ഒരു പൂവ് തോട്ടക്കാരൻ വന്നപ്പോൾ കണ്ടില്ല. The gardener asked, "Who plucked this flower?" ഈ പുഷ്പം ആരാണ് പറിച്ചതെന്ന് തോട്ടക്കാരൻ ചോദിച്ചു. The master replied, "I plucked it because I have use of it." ഞാനാണ് പറിച്ചതെന്ന് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. എനിക്ക് ആ പുഷ്പം കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നറുവണം പുലർത്തിയിരുന്ന സുഗന്ധം വ്യാപരിപ്പിച്ചു കൊണ്ടിരുന്ന കൊച്ചു തിരുമേനി അത്രയും അകാലത്തിൽ എടുക്കപ്പെട്ടത് അദ്ദേഹത്തെ ഇതിലേക്ക് വിളിച്ചാക്കിയ ദൈവത്തിന് അദ്ദേഹത്തെ കൊണ്ട് അവിടെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ആ സമാധാനം, ആ വിശദീകരണമല്ലാതെ എനിക്ക് മറ്റൊന്നും നൽകാനായിട്ടില്ല. ഇവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ബഹുമാന്യനായ അധ്യക്ഷൻ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയും ഞാനും വളരെ കാലത്തെ പരിചയമുണ്ടെന്ന് മാത്രമല്ല, എനിക്കൊരു ഭാഗ്യം കിട്ടിയത് തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി മെത്രാപ്പൊലിത്തായി വാഴിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന പേരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തോട് കടപിടിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്ത ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ സുനിൽ പി ഉമ്മൻ എന്നോട് പറഞ്ഞത്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം 6-ാം മാർത്തോമായുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് അതിന് അർഹതയുള്ള ഒരു കൈകളിലേക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഫാദർ TJ ജോഷുവാണെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് കോട്ടയത്തു നിന്ന് പുത്തങ്കാവ് വരെ വന്ന് തിരിച്ചു മടങ്ങുക എന്നുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അതിശയിപ്പിക്കുന്ന ഒരു വലിയ മഹനീയമായ അനുഗ്രഹീതമായ ഒരു കാര്യമാണ് ഫാദർ TJ ജോഷുവയുടെ കൈകളിലേക്ക്, പ്രശസ്തനായ TJ ജോഷുവയുടെ കൈകളിലേക്ക് പ്രശസ്തമായ ദേവാലയത്തിൽ വെച്ച് ഈ പ്രശസ്തി വർഗം നൽകാനുള്ള ഒരു നിയോഗം എനിക്ക് കിട്ടിയത്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേർ അറിയുന്നതിന് മുമ്പേ TJ ജോഷുവ അച്ഛനെ അറിയാൻ തുടങ്ങിയ ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വത്തെപ്പറ്റിയൊക്കെ ഈ പ്രശസ്തി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് പ്രശസ്തി പത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം കേരളത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിച്ചിട്ടുള്ള ഒരു വാഗ്മിയാണ്. അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വത്തിൻ്റെ അനുഗ്രഹീതമായ വചസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടി തിങ്ങിക്കൂടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കുറേ കൂടെ ചെറുപ്പകാലത്ത് ഞാനുണ്ടായിരുന്നു.
പ്രായം ചെന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നതിന് പല അവസരങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പല ആളുകളുടെയും വേദനകൾ തൻ്റെ വേദനയായി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ വാഗ്മികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വശം കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. പ്രസംഗക്കാർക്ക് പ്രസംഗിക്കുന്ന കാര്യത്തിൽ മാത്രമേ കാണുകയുള്ളൂ. ഇത് അതിനപ്പുറത്ത് ടി ജെ ജോഷുവ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തുള്ളത് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ, സൂക്തങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ എത്തിച്ചേരാത്ത ഭവനങ്ങൾ കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു ചെറിയ ഗ്രന്ഥശേഖരമുള്ള ആളാണ്. അതിനകത്ത് നിയമപുസ്തകങ്ങളെക്കാളേറെ നിയമമല്ലാത്ത പുസ്തകങ്ങളാണ്. ഫാദർ ടി ജെ ജോഷുവ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് വളരെ സന്തോഷത്തോടും വിലയോടും കൂടെ ഞാൻ കണക്കാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ. ഞാനത് വായിക്കുന്നുവെന്ന് മാത്രമല്ല, പലപ്പോഴും പ്രതിദിനം അത് വായിച്ച് ധ്യാനിക്കാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്കുള്ള അനുഭവ പരിജ്ഞാനത്തിനുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ സിദ്ധി, അപൂർവമായ സിദ്ധിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒന്ന് മൗനിയായ 7 ദിനങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും അതേ സമയത്ത് ഏതോ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ 7 മണിക്കൂർ മൗനമായി ഇരിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എന്തുമാത്രം ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് ഓർത്ത സമയത്താണ് 7 ദിവസങ്ങൾ മുഴുവനും മൗനമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മൗനമായിട്ടിരുന്നത് ആരാണ്? തൻ്റെ ശബ്ദം കൊണ്ട് കോരിത്തെരിപ്പിക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹം കൊടുത്ത ടി ജെ ജോഷുവ അച്ഛൻ ശബ്ദിക്കാതെ ജനങ്ങളെ തൻ്റെ മൗനമായ ശബ്ദം കൊണ്ട് കോരിത്തെരിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഞാൻ ആ പുസ്തകത്തിൽ കണ്ടത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത സന്ദർഭമായിട്ട് അത് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആകസ്മികമായി ചരമം പ്രാപിച്ചതറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഓടിച്ചെന്നു. ഞാൻ അവിടെ ഓടിച്ചെല്ലുന്നതിന് മുമ്പ് ഞാൻ കാണാൻ മനസ്സ് തയ്യാറാക്കിയിരുന്നത് ദൈവം കൂട്ടിച്ചേർത്ത തൻ്റെ ജീവിതത്തിലെ ഇണയെ അകാലത്തിൽ തന്നെ എടുത്തുകൊണ്ട് പോയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന, കടിച്ചിറക്കുന്ന ടി ജെ ജോഷുവ അച്ഛനെ കാണാൻ പോയപ്പോൾ ദൈവസന്നിധിയിലേക്ക് എൻ്റെ സഹധർമ്മിണി എടുക്കപ്പെട്ടു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടെ മന്ദസ്മിതം തൂകിക്കൊണ്ട് സംസാരിക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. ഇത് വേറെ ആരെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമില്ല, അത് അച്ഛന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ പറ്റി എഴുതിയ മനോരമയിലെ ടോണി ജോസ് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ചെന്നെത്തിയ ചില പ്രത്യേക സ്ഥലങ്ങളെപ്പറ്റി പരാമർശനം കണ്ടു. അതിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരത് വായിക്കുന്നെന്ന് പറഞ്ഞു. തടവുകാരെ സാധാരണ നിങ്ങൾക്കാർക്കും പരിചയമുള്ളവരല്ല, നിങ്ങളവരെക്കാളൊക്കെ ഭാഗ്യവാന്മാരാണല്ലോ. തടവുകാരെ കാണാനായിട്ട് എനിക്ക് നിർഭാഗ്യമുണ്ടായിട്ടുണ്ട്, തടവുകാരനായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സെഷൻ വക്കീലായിരുന്ന കാലത്തും സെഷൻസ് ജഡ്ജി ആയിരുന്നപ്പോൾ ഔദ്യോഗിക നിലയിലും ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജയിലുകളും സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജയിലുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ ജയിലിൽ കിടക്കുന്നവരെ പറ്റി എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ധാരണ മാറുകയാണ്. ഞാൻ അവരെ കണ്ട സമയത്ത് ഞാനും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമൂഹവും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത മാത്രം ഒരു ദിവസം പറഞ്ഞു. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അവർ പിടിക്കപ്പെട്ടവരും നമ്മൾ രക്ഷപ്പെടപ്പെട്ടവരും. 2 കൂട്ടരേ ഉള്ളൂ ഈ സമൂഹത്തിൽ. പിടിക്കപ്പെട്ടവർ അകത്ത് കിടക്കുന്നു, പിടികൊടുക്കാതെ രക്ഷപ്പെട്ടവർ പുറത്ത് നിൽക്കുന്നു.
അവരിൽ ഒരാൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു, അവരിൽ ഭൂരിപക്ഷം പേര് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഈ അകത്ത് കിടക്കുന്ന ആളുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഞാൻ നെയ്യാറ്റിൻകരയിലുള്ള തുറന്ന ജയിലിൽ ഒരു ജീവപര്യന്തം തടവുകാരനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും എനിക്ക് മറക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആ ഒരു മണിക്കൂർ ദൈവം മാറ്റിക്കളയാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? അതിൻ്റെ ഫലമല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം. ഒറ്റ മണിക്കൂറിൻ്റെ ഇടയിലുണ്ടായ സംഭവ പരമ്പരകളുടെ അവസാനമായിട്ടാണ് അദ്ദേഹത്തിന് വേറൊരാളെ കൊല്ലേണ്ടി വന്നത്. അദ്ദേഹം അകത്ത് കിടക്കുകയാണ്. നാശം പിടിച്ച ആ ഒരു മണിക്കൂറിൻ്റെ ഫലം എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ഇതിനകത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനകത്ത് കൂടുതലായി സങ്കടപ്പെട്ടത് എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ ഭാര്യ, എനിക്കെൻ്റെ മാതാപിതാക്കൾ, അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും വല്ലപ്പോഴും കിട്ടുന്ന എഴുത്തുകൾ മുഖാന്തരം മാത്രമേ എനിക്കത് സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന സമയത്ത് ഇന്ത്യയിലെ അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും പേര് കേട്ട ജയിലാണ് ടീഹാർ ജയിൽ. ആ ജയിലിൽ ഒരിക്കൽ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ചെല്ലുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിയാണെന്ന് അറിഞ്ഞാൽ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജയിൽ IG-യോട് ഞാൻ ചോദിച്ചു, എന്നെ പേര് പറയാതെ എന്നെ അകത്ത് കടത്താവെന്ന് ചോദിച്ചു. ഇന്നാരാണെന്ന്. അദ്ദേഹം അത് ഏർപ്പാട് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന ദിവസം, അതായത് അവിടെ 6 ജയിലുകളുണ്ട്. 200 ഏക്കർ സ്ഥലമാണ് ടീഹാർ ജയിൽ. ഓരോ ജയിലിലും 2000 പേര് വെച്ച് 12000 പേര് ആ ജയിലിനകത്ത് കിടപ്പുണ്ട്. ഈ 12000 പേരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മഹാപഞ്ചായത്ത് നടക്കുന്ന ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അടുത്ത ഓരോ മാർഗങ്ങളും കയറി ഇറങ്ങി നടന്നു. ജയിലുകൾ കണ്ടപ്പോൾ, തടവുകാരെ കണ്ടപ്പോൾ എനിക്കെൻ്റെ മനസ്സ് പറഞ്ഞത്, ഇവരാരാണ്? ഏറ്റവും ഒടുവിൽ അവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ട ദോ ആംഖേം ബാരഹാത്ത് എന്ന് പറയുന്ന തടവുകാരുടെ ഒരു സിനിമയിലെ ഒരു പാട്ടായിരുന്നു, വി ശാന്താറാമിൻ്റെ. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി, ഹേ മാലിക് തെരേ ബന്ദേ ഹും. അവരത് പാടുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നു, ഒഴുകുന്നത് ഞാൻ കണ്ടു. അല്ലയോ ഈശ്വര, ഞങ്ങളും നിന്റെ മക്കളല്ലേ എന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ മക്കളായ ആളുകളെ ജയിലിനകത്ത് കാണുമ്പോൾ ഒരു പ്രിസൺ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഇതിനുശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ സന്ദർഭം സുപ്രീം കോടതിയിൽ വെച്ച് തടവുകാർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളെപ്പറ്റിയും വേതനങ്ങളെപ്പറ്റിയുമുള്ള ഒരു ന്യായവിധി എഴുതേണ്ട ഒരു സന്ദർഭം വന്നു. ഞാൻ 25 വർഷം ജഡ്ജിയായിട്ടിരുന്നു കഴിഞ്ഞു. റിട്ടയർ ചെയ്ത് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, ഞാൻ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും മനസ്സിൽ തട്ടുന്ന വിധി ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജയിൽ തടവുകാർക്ക് വേണ്ടി ഞാൻ എഴുതിയ ജഡ്ജ്മെൻ്റാണ്. കാരണം ഞാൻ തടവുകാരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഒരിക്കൽ പറയുന്നു, ഞാൻ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ തടവിൽ കിടക്കുന്നവരിൽ യേശുക്രിസ്തുമാരെ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് പ്രിസൺ മിനിസ്ട്രിയുടെ ഏറ്റവും മഹത്തരമായ കാര്യം. അവരെ ചലിപ്പിക്കുന്ന, അവരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഗ്രന്ഥരചന എനിക്ക് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TJ ജോഷുവ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാത്തിനേക്കാളും വലിയൊരു കാര്യമായി ഞാനത് കാണുകയാണ്. കാരണം അവരെ നന്നാക്കിയെടുക്കാൻ, അവരെ പരിഷ്കൃതരാക്കിയെടുക്കാൻ, അവരെ ഇന്ത്യയുടെ പൗരന്മാരാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു കടമ ഇത് നമുക്കുണ്ട്. ജയിലിൽ കിടത്തുന്നത് ക്രിമിനൽ പുള്ളികളെ കൂടുതൽ ക്രിമിനൽ പുള്ളികളാക്കി മാറ്റാനല്ല, പ്രത്യുത ക്രിമിനൽ പുള്ളികളെ സമൂഹത്തിന് ചേർന്ന പൗരന്മാരാക്കി മാറ്റിയെടുക്കാനാണ്. അതാണ് ടീഹാർ ജയിലിൽ നടത്തിയ ഏറ്റവും വലിയ
അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവർക്ക് മാക്സസ് അവാർഡ് കൊടുത്തു. അതുവരെ ടീഹാർ ജയിലിലെ ആളുകളെ കണ്ടിരുന്നത് കടന്നു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്നത് ഹാർഡൻഡ് ക്രിമിനൽ, ക്രൂരനായ ക്രിമിനലായിട്ടായിരുന്നു. പക്ഷെ അത് മാറുകയായിരുന്നു. അവർ ചെന്നു കഴിഞ്ഞ് അവർ നടത്തിയ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ അതിമഹനീയമായ ഗംഭീരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ടൈം മാഗസിനകത്ത് അവരെപ്പറ്റി എഴുതിയിരിക്കുന്നത് ദ ഹാവൻ ഓഫ് പ്രിസനേഴ്സ്, തടവുകാർക്കുള്ള നല്ല ഭവനമെന്നാണ്. അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. കാരണം തടവുകാരെ മാറ്റിയെടുക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, കുറ്റം ചെയ്തു എന്നുള്ള കുറ്റം കൊണ്ട് അവർ നഷ്ടപ്പെടാൻ പോവുകയായിരുന്നെങ്കിൽ, നിങ്ങളൊന്നോർത്തേ പൗലൂസ് അപ്പോസ്തലൻ എന്താകുമായിരുന്നു. അദ്ദേഹം ചെയ്ത കുറ്റത്തിന് അന്നത്തെ ഭരണാധികാരികൾ പിടിച്ച് അദ്ദേഹത്തെ ജയിലിലിട്ടിരുന്നെങ്കിൽ, സഭയുടെ ശില്പിയും പണിക്കാരനുമായി മാറിയ പൗലൂസ് അപ്പോസ്തലനെ ചരിത്രത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, when I was in prison you visited me. അത് വിസിറ്റ് ചെയ്തവരോടാണ്. നമ്മളോടാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? when I was in prison you did not visit me. ഞാൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങളെന്നെ സന്ദർശിച്ചില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഉദ്ദേശിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഫാദർ ടി ജെ ജോഷുവയുടെ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ, ഗ്രന്ഥരചന, അദ്ദേഹത്തിൻ്റെ ജീവിതം, അറിയപ്പെടാതെയുള്ള ഈ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹം അവരെ ത്രസിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ഈ സേവന രംഗത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും മഹനീയമായൊരു സേവനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് കൊടുക്കാൻ യോഗ്യത ഒന്നുമില്ലാത്ത എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രശസ്തി പത്രം ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടെ, പരിശുദ്ധ കാതോലിക്ക ബാവായുടെയും അഭിവന്യ മെത്രാപ്പൊലീത്തരുടെയും അനുവാദത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. 4ാമത് 6ാം മർത്തോമ അവാർഡ് സമർപ്പണ വേളയിൽ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദശാസ്ത്ര പണ്ഡിതൻ റെവറൻഡ് ഡോക്ടർ ടി ജെ ജോഷുവ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.